ഇനി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി പഠിച്ച എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഭൂരിഭാഗം പേർക്കുള്ള ചോദ്യം. കുറേയധികം പരീക്ഷകളാണ് അവസരങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം. ഈ ഒരു നേരത്ത് ഈ ഒരു പെർസ്പെക്റ്റീവ് ആണോ നമ്മൾ വെക്കേണ്ടത്? ഇതിനോടൊക്കെ കൂടെ പോരുന്ന മറ്റൊരു പ്രശ്നമാണ്, ഞാൻ എൻ്റെ ഇത്രയും നാള് വെറുതെ തൊലച്ചു കളഞ്ഞു, ഇനി ഒന്നും നടക്കില്ല എന്നുള്ള തോട്ട്. ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ ഇഷ്യൂസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി പഠിച്ചാൽ വല്ലതും നടക്കുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ഇനി പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നടക്കും? ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്? നിങ്ങൾ ഈ പരീക്ഷകളെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ വരുന്നത്. നിങ്ങൾ ഇതിനെ വളരെ ലൈറ്റായിട്ട് കണ്ടേ, ജസ്റ്റ് ആൻ എക്സാം. ആ എക്സാം ഞാൻ പോയി എഴുതുന്നു, ഇനി എനിക്കുള്ള ദിവസങ്ങളിൽ എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കുന്നു. ഏതൊരു സമയത്താണെങ്കിലും നിങ്ങൾ ഇത് കിട്ടോ കിട്ടില്ലയോ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ 100% ഇടാൻ പറ്റുമോ എന്നുള്ളതാണ്. അതും ഇപ്പോൾ നിങ്ങളുടെ 100% ഇടുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. പണ്ടത്തെ കാര്യങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഡിഗ്രി പ്രിലിംസിൽ ഒരു 4 ലക്ഷത്തോളം പേര് തന്നെ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് മെയിൻസിന് ക്വാളിഫൈ ചെയ്തത് 37,000 പേരാണ്. സമ്മതിച്ചു, 10% പേര് ആ ഒരു മെയിൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്തു. ഈ 10% പേരൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ് മെയിൻസിന് ക്വാളിഫൈ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ മെയിൻസിന് ചെന്നിട്ട് ഇവരെന്താ ചെയ്തത്? ഇതിൽ ഒരു 50+ നേടിയവർ വെറും 10% പേരാണ്. അതായത് 37,000-ന്റെ 10% പേര് മാത്രമാണ് ഒരു 50+ സ്കോർ ചെയ്തത്. 75% പേരും 40 മാർക്ക് പോലും സ്കോർ ചെയ്യാത്തവരാണ്. ഇതിൽ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ ഡിഗ്രി പ്രിലിംസ് എങ്ങനെ 30 ദിവസത്തിൽ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോച്ചിങ് ഇല്ലാതെ ക്രാക്ക് ചെയ്യാം എന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഈ ഒരു ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ട് കൂടി അവർക്ക് വലിയൊരു ചാൻസ്, ഒരു ജോലി നേടാനുള്ള ചാൻസ് അവരുടെ മുന്നിൽ ഉണ്ടായിട്ട് കൂടി അവർക്ക് 40 മാർക്സ് പോലും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അവർ പഠിച്ചില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചിലപ്പോൾ അവരുടെ സ്ട്രാറ്റജി റൈറ്റ് ആയിരുന്നിട്ടുണ്ടാവില്ല, അവർ എലിമിനേഷൻ ഒന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, അവർ ആ ഒരു പരീക്ഷയോടെടുത്ത അപ്രോച്ച് റൈറ്റ് ആയിരുന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വളരെയധികം പേടിയോടുകൂടി ആയിരിക്കും ആ ഒരു എക്സാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. നെഗറ്റീവ്സ് വളരെയധികം കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഈ സ്വയം ഡൗട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു നേരത്തെ ശരിക്കും ഇവരുടെ മുന്നിൽ നിങ്ങൾ തോറ്റു പോകാനല്ല പോണേ. നിങ്ങൾ ഡൗട്ട് ചെയ്യാതെ, നിങ്ങൾ പേടീനൊക്കെ ഹാൻഡിൽ ചെയ്ത് നല്ലൊരു സ്ട്രാറ്റജി എടുത്ത്, പരീക്ഷേനോട് നല്ലൊരു അപ്രോച്ച് എടുത്ത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എലിമിനേഷൻ സ്ട്രാറ്റജിയൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് നിങ്ങളെയും കൊണ്ട് പറ്റാവുന്ന നിങ്ങളുടെ 100% ഇട്ടുകൊണ്ട് ഈ ഒരു സമയത്ത് പഠിച്ചാലും നിങ്ങൾക്കപ്പോൾ നേടാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ഒരു ഡൗട്ടിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതില്ലാണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. യു സ്റ്റിൽ ഹാവ് ചാൻസ്. നിങ്ങൾ നിങ്ങളുടെ 100% ഇടുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അത് ഏത് എക്സാമും ആയിക്കോട്ടെ, LDC ആണെങ്കിലും LPUP ആണെങ്കിലും HCA ആണെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഒരിക്കലും കിട്ടോ എന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ 100% ഇടുക എന്നുള്ളത് മാത്രമാണ്. കിട്ടുമോ എന്നുള്ളത് ഫ്യൂച്ചറിലത്തെ കാര്യമാണ്. നിങ്ങളുടെ പ്രസൻറ്റിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. പ്രസൻറ്റിൽ എന്താ? ഇന്ന് ഞാൻ വർക്ക് ചെയ്യും, ഇന്ന് ഞാൻ എൻ്റെ 100% ഇടും എന്നുള്ളതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കണം എന്ന ചെറിയൊരു ഡിറ്റർമിനേഷൻ എങ്കിലും ഉള്ളത് കൊണ്ടാണ്. ആ ഒരു ഡിറ്റർമിനേഷനെ അതിൻ്റെ 100%ലോട്ട് എത്തിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ എലിമിനേഷൻ സ്ട്രാറ്റജി, എക്സാമിനേഷൻ ഹോൾ സ്ട്രാറ്റജി, ടൈം മാനേജ്മെൻ്റ് ഒക്കെ, അതുപോലെ തന്നെ എങ്ങനെ ബെറ്ററായിട്ട് പഠിക്കണം, ഇത്രയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ തന്നെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കെടുത്ത് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ
ആദ്യത്തെ പ്രശ്നം ഡൗട്ട് എന്നുള്ളതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് മനസ്സിലാക്കി. ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം എന്താ? നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കണ്ടേ? പ്രസന്റിനെ കുറിച്ചാണ് ചിന്തിക്കണ്ടേ. അടുത്ത പ്രോബ്ലം എന്താ? റിഗ്രറ്റ്. അയ്യോ, ഞാനൊന്നും പഠിച്ചില്ല, ഞാൻ എൻ്റെ കുറേ സമയം കൊണ്ടുപോയി കളഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം? ഇനി ഈ ഒരു റിഗ്രറ്റിൽ തന്നെ മുങ്ങിക്കിടന്ന് അവിടെ ജീവിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു യുദ്ധത്തിന് നിങ്ങൾ പോയി, നിങ്ങളൊരു സോൾജറാണ്, നിങ്ങളുടെ കൈ ഒടിഞ്ഞു. നിങ്ങൾ കൈ ഒടിഞ്ഞു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കൂ. കൈ ഒടിഞ്ഞു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന അടുത്ത വെടിയുണ്ട നിങ്ങളുടെ നെറ്റിയിൽ വന്ന് തറച്ചു കയറും, നിങ്ങൾ മരിക്കും. അപ്പോൾ നിങ്ങൾ കൈ ഒടിഞ്ഞാലും എന്താ ചെയ്യുക? ഉള്ള സ്ട്രെങ്ത്തോടുകൂടെ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും, അല്ലേ? നിങ്ങളിൽ പലരും ഈ PUBG പോലുള്ള ഗെയിമൊക്കെ കളിച്ചിട്ടുള്ളവരായിരിക്കും. അതിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ലൈഫ് കുറയാൻ നേരത്ത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലേ? അതേ അപ്രോച്ചാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾ ആ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിലാണ്, നിങ്ങൾക്ക് പോയെന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ പ്രസന്റിൽ ജീവിക്കുക. പാസ്റ്റ് കഴിഞ്ഞു, റിഗ്രറ്റിന്റെ ആവശ്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അത് നമ്മളുടെ കൺട്രോളിലല്ല. നമ്മളുടെ കൺട്രോളിലുള്ളത് ഇന്നത്തെ കാര്യങ്ങളാണ്. ഇന്നത്തെ കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ 100% ഇടുക. നമ്മളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടാവാം, കാലൊടിഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കും. ആ ഒരു നെവർ ഗിവ് അപ്പ് അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. പാസ്റ്റ് എന്തും ആയിക്കോട്ടെ, ഫ്യൂച്ചർ എങ്ങനെയോ ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ പ്രസന്റിൽ ഞാൻ എൻ്റെ 100% ഇടും. ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞ വേറൊരു കോട്ടം കൂടി ഉണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനൊന്നും അല്ല, പക്ഷേ എൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓരോ മിസ്റ്റേക്സും കണ്ട് ഓരോ ദിവസവും കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മഹാത്മാഗാന്ധി തുടക്കത്തിൽ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നോ അതുപോലെ ആയിരുന്നില്ല മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ. പണ്ടത്തെ കാലത്ത് നമ്മൾ തെറ്റുകൾ ചെയ്തോ, ഓക്കെ, കഴിഞ്ഞു, അത് പാസ്റ്റാണ്, നമുക്ക് കൺട്രോൾ ഇനി ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താ ചെയ്യണ്ടേ? നമ്മളൊരു പേപ്പറിൽ നമ്മൾ വരുത്തിയ മിസ്റ്റേക്സ് നമ്മൾ എഴുതി വെക്കുക. ആ മിസ്റ്റേക്സ് ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല അപ്രോച്ച്. പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കായിട്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ന മിസ്റ്റേക്സ് ഞാൻ ഫ്യൂച്ചറിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. ഞാൻ പക്ഷെ ജീവിക്കേണ്ടത് എവിടെയായിരിക്കണം? പ്രസന്റിലായിരിക്കണം. സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ സൊല്യൂഷൻ, ബി കോൺഫിഡൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, പ്രസന്റിൽ നിങ്ങളുടെ 100% ഇടുന്നതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിലപ്പോൾ ആ ദിവസം നിങ്ങളുടെ ദിവസമായിരിക്കും. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വലിയ രീതിയിലൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് പോകുന്നില്ലെങ്കിലും ആ ദിവസം ചിലപ്പോൾ നമ്മളുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ജയിച്ചെന്ന് വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ആ ഒരു ദിവസം എന്നുള്ള രീതിയിലുള്ള ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഒരു ഭാഗ്യം ആ ദിവസം നിങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ നിങ്ങൾ ഫുള്ളി ഡൗൺ ആയതുകൊണ്ട് നിങ്ങളുടെ 100% പോയിട്ട് നിങ്ങളുടെ 10% പോലും നിങ്ങൾ ഇട്ടില്ല. അവിടെ ചെന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ പലതിലും ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോയാലോ? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്. ഇറ്റ് മൈറ്റ് ബി യുവർ ഡേ. സ്ലം ഡോഗ് മില്ലിയനെയർ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ വലിയ പഠിത്തം കഴിഞ്ഞ വ്യക്തിയൊന്നും ആയിരുന്നില്ല, അവൻ ഇതിനായിട്ടൊന്നും പ്രിപ്പയറും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ അവൻ്റെ ലൈഫിൽ നിന്ന് അവൻ ലൈഫിൽ പല സമയത്തും കണ്ട പല കാര്യങ്ങളിൽ നിന്നുമാണ് അവൻ ഉത്തരം കൊടുത്തത്. അതുപോലെ ചിലപ്പോൾ ചോദ്യങ്ങൾ പലതും നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരണം എന്നില്ല. നമ്മൾ കുറേ കാലങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു നോളജ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടിയെന്ന് വരാം. ഓരോ ഉദ്യോഗാർത്ഥിയും ഓരോ ലെവലിലാണ് നിൽക്കണേ. ചിലപ്പോൾ നിങ്ങളുടെ ബേസ് തന്നെ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്തേക്കാം. അതിൻ്റെ കൂടെ ആ ഒരു ദിവസം നിങ്ങളുടെ ദിവസം കൂടി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ട് ഡൗട്ട് ചെയ്തുകൊണ്ട് മിസ് ഔട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അടുത്ത സൊല്യൂഷൻ എന്താ? ലീവ് ഇൻ ദ പ്രസന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സൊല്യൂഷൻ ഞാൻ ജസ്റ്റ് വീണ്ടും എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ 100% ഇടുക. പണ്ട് പാസ്റ്റ് എന്തായിരുന്നോ അവിടുത്തെ മിസ്റ്റേക്സ് എഴുതി വെക്കുക. ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഫ്യൂച്ചറിലോട്ടായിട്ട് ആ പാസ്റ്റിലെ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ പ്രസന്റിലും റിപ്പീറ്റ് ചെയ്യില്ല എന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേഷൻ സ്ട്രാറ്റജി, ഹൗ ടു സ്റ്റഡി ബെറ്റർ, ഹൗ ടു ബി കൺസിസ്റ്റന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം
അതും ഈ ചാനലിൽ തന്നെയുണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഉള്ള ടെൻഷൻസും ഡൗട്ട്സും റിഗ്രറ്റ്സും ഒക്കെ എടുത്തു കളഞ്ഞോ, നിങ്ങളുടെ 100% കൊടുക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഹാപ്പി ആയിട്ട് പോയി പരീക്ഷ എഴുതുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ.